ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ റൂമിലാണ്. 2-3 ദിവസമായിട്ട് പാരീസിൽ കണ്ടിന്യൂസ്ലി സ്നോയിങ് ആണ്. കറൻ്റ്ലി ഇപ്പോൾ ഉള്ളത് ഇവിടെ 2 ആണ്, ബട്ട് ഫീൽസ് ലൈക്ക് -2 ആണ് കാണിക്കുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിലുള്ള വ്യൂസ്, പുറത്തേക്ക് ഉള്ള വ്യൂസ് ഞാൻ കാണിച്ചു തരാം. നല്ല ചൂട് എന്ന് പറയാനില്ല, ബട്ട് നല്ല സൂര്യനുണ്ട് ഇവിടെ. ഇതാട്ടോ നമ്മുടെ റൂമിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച. നല്ല അടിപൊളിയായിരുന്നു. നിറച്ച് റോഡ് ഫുള്ള് ഇങ്ങനെ വൈറ്റായി. ചെയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് സ്നോ വന്ന് കഴിഞ്ഞിട്ട് ഞാനത് ഓരോന്നെടുത്ത് ഇങ്ങനെ ഉരുട്ടിയൊക്കെ കയ്യിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ വീക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റ് വീശുണ്ടായിരുന്നു അതേ സമയം. 2 ദിവസത്തെ സ്നോ കാരണം ബസ്സും കാര്യങ്ങളും ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. എനിക്ക് മഞ്ഞിലേക്ക് ഇറങ്ങാനുള്ള ധൃതി കൊണ്ട് ഞാൻ വേഗം തന്നെ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നു. അത്യാവശ്യം നല്ല തണവുണ്ടെങ്കിലും ഞാൻ ഗ്ലൗസ് ഇട്ടില്ലായിരുന്നു. അതിൻ്റെ വലിയൊരു മണ്ടത്തരായി പോയി ചെയ്തത്. ഇത്രയും തണവിൽ ചെന്ന് വാരുമ്പം ഗ്ലൗസ് ഇടാതെ ബാക്കി കോട്ട്സൊക്കെ ഇട്ട് നമ്മളപ്പോൾ ഫ്ലാറ്റിൻ്റെ പുറത്തേക്ക് വന്നു. ഇവിടെ ഫുള്ളും ഞാൻ മാത്രമല്ല ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി. ഞാൻ തുള്ളിച്ചാട് ഇറങ്ങി പോകണ്ടിട്ട് എൻ്റെ ഹൗസ് മേറ്റും കൂടി എൻ്റെ കൂടെ വന്നായിരുന്നു. നമ്മൾ നടന്നുകൊണ്ടിരിക്കലേ പിള്ളേരെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവർ ചെയ്യണ. അപ്പോൾ ഗൈസ്, നമ്മളിതേ ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡിലെത്തിയത്. ഫ്ലാറ്റിൻ്റെ തന്നെ തൊട്ട് ബാക്ക് സൈഡിലാണ് ഈ കാണുന്നത്. സ്നോ കണ്ട ഒരു സന്തോഷത്തിൽ ഞാനാണെങ്കിൽ സ്നോമാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ബൈ ഹോണസ്റ്റി, ആ തീരുമാനം അത്ര എളുപ്പമായിരുന്നില്ല. വിചാരിച്ചത് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാമെന്നാണെങ്കിലും ഉണ്ടാക്കി വന്നപ്പോഴേക്കും 2 പേർക്കും കൈയൊക്കെ മരവിച്ച് കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് മാറി നിൽക്കാൻ തുടങ്ങി. ലാസ്റ്റ് തണവെല്ലാം കടിച്ചു പിടിച്ച് ഒരു രൂപങ്ങൾ ഉണ്ടാക്കി. സോ ടയർഡ് ഗൈസ്. നമ്മളങ്ങനെ സ്നോമാൻ ഉണ്ടാക്കി. ഐതിഹ്യ പ്രകാരമുള്ളൊരു സ്നോമാൻ നമ്മളെ കൊണ്ടാവുന്നത്. ഭയങ്കര ഫ്രീസിങ് ആണ്. അങ്ങനെ സ്നോയിൽ നിന്നുള്ള ഫോട്ടോ എടുപ്പും കാര്യങ്ങളും വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് മേളിൽ കയറി വന്നപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ചുവന്ന് തുടുത്തിരിക്കുന്നു. കുറേ നേരം ഞാൻ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ വെച്ചു, ചൂടുള്ള ഒഴിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ കൈയൊക്കെ ചൂടാക്കി എടുത്തു ഗൈസ്. ബാക്ക് ടു ഇച്ചിരി ഇതിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളെയും വെച്ചിട്ട് ഇവിടെയാണ് കുറച്ച് ടെമ്പറേച്ചർ കുറവ്. ഇവിടെയാണ് കുറച്ച് മഞ്ഞൊക്കെ പെയ്യാതിരുന്നത്. കഴിഞ്ഞ 2 കൊല്ലം ഇങ്ങനെ മഞ്ഞ് വീഴ്ച ഉണ്ടായെങ്കിലും നമുക്ക് ഇത്രയ്ക്കും മഞ്ഞ് വീഴ്ച ഉണ്ടായിട്ടില്ല. നമുക്കിനി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ആ വിഷമത്തിൽ ഇന്നലെ വാങ്ങിച്ചു വെച്ച പിസയുടെ ഹാഫ് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. അത് ഇച്ചിരി ചൂടാക്കി സമാധാനമായിട്ടിരുന്ന് കഴിച്ചു. ഓക്കെ, അപ്പം ഞാൻ പിസ ഒക്കെ കഴിച്ചത് ഇവിടെ ബാൽക്കണിയിൽ വീണ്ടും വന്ന് നിൽക്കുകയാണ്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.